നമ്മുടെ റിപ്പോർട്ടർമാർ ചേരും. അർജുൻ കല്യാടും നോബൽ മാരിക്കാരനും PR സുനിലും R റോഷിപാലും VS രഞ്ജിത്തുമാണ് ചേരുന്നത്. നമുക്ക് ആദ്യം അർജുൻ കല്യാടിലേക്കാണ് പോകേണ്ടത്. MP മാർ സ്ഥാനാർത്ഥിയാകേണ്ടെന്ന ഹൈക്കമാൻഡ് നിലപാടിന് പിന്നാലെയാണ് പാർട്ടിയെ വെല്ലുവിളിച്ച് വൈകാരിക പോസ്റ്റുമായി കെ സുധാകരൻ ഇന്ന് രംഗപ്രവേശം ചെയ്തത്. കണ്ണൂർ ഹൃദയരക്തമാണെന്നും കടന്നു വന്ന വഴികൾ ചിലർ മറക്കുമെന്നും സുധാകരൻ തന്റെ കുറിപ്പിൽ ആഞ്ഞടിക്കുന്നതാണ് കണ്ടത്. ഞാൻ അറിയാത്ത കണ്ണൂരില്ല, എന്നെ അറിയാത്ത കണ്ണൂരുമില്ല എന്നതാണ് സുധാകരൻ ഫേസ്ബുക്കിൽ കുറിച്ചത്. പാർലമെന്റ് സമ്മേളനത്തിൽ പങ്കെടുക്കാതെ ദില്ലിയിൽ നിന്ന് തിരിച്ച് കണ്ണൂരിലെത്തിയതിന് പിന്നാലെയാണ് ത്യാഗങ്ങൾ എണ്ണിപ്പറഞ്ഞുകൊണ്ട് ഫേസ്ബുക്കിൽ കുറിപ്പ് പങ്കുവച്ചതും. അർജുൻ കല്യാടാണ് ചേരുന്നത് വിശദാംശങ്ങളുമായി. ആദ്യം അർജുൻ, നമുക്കറിയേണ്ടത് സുധാകരൻ ഇപ്പോൾ ഒരു അനുനയത്തിന് വഴങ്ങുന്നുണ്ടോ എന്നതാണ്. സീറ്റില്ലെന്ന് ഉറപ്പിച്ചതോടെ വൈകാരികമായി പോസ്റ്റ് ഇടുന്നത് നമ്മൾ കണ്ടു. അതൊക്കെ തന്നെയും അണികളെ പിടിച്ചു നിർത്താൻ അണികളെ പ്രചോദിപ്പിക്കാൻ തക്കമുള്ളതായിരുന്നു. ഇനിയിപ്പോൾ ഉയരുന്ന ചോദ്യം, അനുനയിപ്പിക്കുകയാണെങ്കിൽ അതിലെ ഫോർമുല എന്താണ് എന്നതാണ്. ഈ സുധാകരൻ മറ്റാരെയെങ്കിലും നിർദ്ദേശിക്കുക എന്നതാണോ മുന്നോട്ട് വെച്ചിരിക്കുന്ന കാര്യം? റിജിൽ മാക്കുറ്റി, അമൃത രാമകൃഷ്ണൻ തുടങ്ങിയവരുടെയൊക്കെ പേരുകൾ കേൾക്കുന്നുമുണ്ട്. അവരെ പരിഗണിക്കുമോ അല്ലെങ്കിൽ അവരെ നിർദ്ദേശിക്കുമോ കെ സുധാകരൻ? ഏതായാലും കണ്ണൂർ ചുറ്റിപ്പറ്റിയാണ് ഇന്നത്തെ രാഷ്ട്രീയ നീക്കങ്ങൾ. അർജുൻ കല്യാട്. വിനീത, തീർച്ചയായിട്ടും സുധാകരന് കടുത്ത അസംതൃപ്തിയും അമർഷവും ഒക്കെയാണ് ഈ വിഷയത്തിൽ ഉണ്ടായിട്ടുള്ളത്. കാരണം നേരത്തെ KPCC അധ്യക്ഷ പദവിയിൽ നിന്നും അദ്ദേഹത്തെ മാറ്റുമ്പോൾ കണ്ണൂർ നിയമസഭാ സീറ്റുമായി ബന്ധപ്പെട്ടുകൊണ്ടൊരു ധാരണ ഉണ്ടാക്കാം എന്നുള്ള ഒരു ഉറപ്പ് അദ്ദേഹത്തിന് ലഭിച്ചിരുന്നു. പക്ഷേ ഇപ്പോൾ നിയമസഭാ തിരഞ്ഞെടുപ്പ് അടുത്തു നിൽക്കുന്ന ഈ ഘട്ടത്തിൽ ഒരു തരത്തിൽ പോലും കെ സുധാകരനെ പരിഗണിക്കാൻ പോലും ഹൈക്കമാൻഡ് തയ്യാറാകാത്തതിലാണ് കടുത്ത അതൃപ്തിയും അമർഷവും ഒക്കെ അദ്ദേഹത്തിനുണ്ടായത്. അതുകൊണ്ടാണ് ഇന്നലെ ഡൽഹിയിൽ നിന്നും വളരെ പൊടുന്നനെ തന്നെ കണ്ണൂരിലേക്ക് എത്തിയത്. ഇന്ന് മറ്റു പരിപാടികൾ ഉണ്ട്, അതുകൊണ്ടാണ് സുധാകരൻ ഡൽഹിയിൽ നിന്നും കണ്ണൂരിലേക്ക് മടങ്ങിയത് എന്നുള്ളതാണ് സണ്ണി ജോസഫ് സൂചിപ്പിച്ചിരുന്നത്. പക്ഷേ കെ സുധാകരൻ ഇപ്പോഴും വീട്ടിൽ തന്നെ തുടരുകയാണ്. മറ്റ് പൊതുപരിപാടികളിലൊന്നും പങ്കെടുക്കുന്നതായി നമുക്ക് അറിയുകയുമില്ല. കടുത്ത അതൃപ്തിയുടെ ഭാഗമായി തന്നെയാണ് അദ്ദേഹം ഡൽഹിയിൽ നിന്നും കണ്ണൂരിലേക്ക് എത്തിയത് എന്ന് വേണം നമുക്ക് മനസ്സിലാക്കാൻ. എന്തായാലും ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് കെ സുധാകരനെ അനുനയിപ്പിക്കാനുള്ള ഒരു നീക്കത്തിൽ തന്നെയാണ് ഉന്നത കോൺഗ്രസ് നേതൃത്വം ആകെ ഉള്ളത് എന്നുള്ള കാര്യം കൂടി മനസ്സിലാക്കുന്നുണ്ട്. കെ സുധാകരനുമായി രമേശ് ചെന്നിത്തല, VD സതീശൻ അങ്ങനെ നേതാക്കളെല്ലാം തന്നെ സംസാരിച്ചിട്ടുണ്ട്. തിങ്കളാഴ്ച ഡൽഹിയിലേക്ക് എത്താനാണ് രാഹുൽ ഗാന്ധി തന്നെ നേരിട്ട് ഫോണിൽ വിളിച്ച് അദ്ദേഹത്തോട് ആവശ്യപ്പെട്ടിരിക്കുന്നത് എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. അപ്പോൾ സ്വാഭാവികമായും അദ്ദേഹം തിങ്കളാഴ്ച ഡൽഹിയിൽ എത്തിക്കഴിഞ്ഞാൽ ഈ വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ട്, അതായത് ഒരു MP-ക്ക് മാത്രമായി ഇളവ് നൽകുകയാണെങ്കിൽ മറ്റ് MP-മാരും ഇത്തരത്തിൽ അവകാശവാദവുമായി രംഗത്തെത്താനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് സുധാകരൻ തൽക്കാലം മറ്റ് തീരുമാനങ്ങളൊന്നും എടുക്കരുത്, അല്ലെങ്കിൽ മറ്റ് ഒരു കടുത്ത സമീപനത്തിലേക്ക് പോകരുത് എന്നുള്ള കാര്യം കോൺഗ്രസ് നേതൃത്വം സുധാകരനെ ധരിപ്പിക്കും. അങ്ങനെ അനുനയിപ്പിക്കാൻ വേണ്ടി കഴിയും എന്നുള്ളതാണ് കോൺഗ്രസ് നേതൃത്വം പ്രതീക്ഷിക്കുന്നത്. പക്ഷേ സുധാകരൻ ഇപ്പോഴും ആ കടുംപിടുത്തം അവസാനിപ്പിച്ചിട്ടില്ല എന്ന് തന്നെ വേണം നമുക്ക് കരുതാൻ. എന്തായാലും തിങ്കളാഴ്ച ഹൈക്കമാൻഡ്, അതായത് രാഹുൽ ഗാന്ധിയെ നേരിട്ട് കാണാൻ തന്നെയാണ് സുധാകരൻ തീരുമാനിച്ചിരിക്കുന്നത്. പക്ഷേ ആ ഘട്ടത്തിൽ പോലും മറ്റെന്തെങ്കിലും തരത്തിലുള്ളൊരു ഫോർമുല സുധാകരൻ മുന്നോട്ട് വെച്ചതായി നമുക്ക് അറിയുന്നില്ല. പക്ഷേ സുധാകരൻ അല്ലെങ്കിൽ സുധാകരൻ നിർദ്ദേശിക്കുന്ന ഒരാൾ എന്ന നിലപാടിലേക്ക് ഹൈക്കമാൻഡ് നേതൃത്വം ഒരുപക്ഷെ അഴഞ്ഞേക്കാം. പക്ഷേ അത്തരമൊരു ഫോർമുല ഇപ്പോൾ കെ സുധാകരൻ എന്തായാലും മുന്നോട്ട് വെച്ചിട്ടില്ല എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. വിനീത, ശരി. അർജുൻ കല്യാടാണ് വിശദാംശങ്ങൾ നൽകിയത്.